ഗൈസ് ഹാപ്പി ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഏകദേശം ഒരു 13-14 ദിവസമായി നമ്മൾ വ്ളോഗ് എടുത്തിട്ട്. കാരണം വെച്ചാൽ തിരക്കാട് പരീക്ഷ അങ്ങനെയൊക്കെ പോയി നമുക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ള സ്ഥലം എവിടെയാണ്? നമ്മുടെ തണ്ണീർമുക്കം ആലപ്പുഴ വന്നിരിക്കുക. കാരണം എന്തിനാ വന്നേ? ലിയോറയുടെ അതെ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഞങ്ങൾ നാട് വിട്ടു ഗൈസ് എന്നും പറഞ്ഞ്. അപ്പൊ ലിയോറ ഫെസ്റ്റ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് ഇത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക്. അപ്പൊ നമ്മൾ അതിന് വന്നേക്കുവാണ്. ഞാനും ഉണ്ട്, പിന്നെ ഈ റൂമിൽ കുറച്ച് 5 പേരും ഉണ്ട്. എന്റെ പേര് പറ. എന്റെ പേര് ജോയൽ. എന്ത് ചെയ്യണു? ഞാന് സ്റ്റുഡന്റ് ആണ്, പിന്നെ അതുപോലെ ഡിജിറ്റൽ പോസ്റ്റർ വർക്ക് ചെയ്യും. അതെ, എല്ലാവർക്കും ഭയങ്കര തലയുള്ളതാണ് ഗൈസ്. പിന്നെ ഒരുത്തനുണ്ട്, അവന്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ പനി പിടിച്ച് ഇവിടെ കിടക്കാണ്. അവന്റെ പേര് നമുക്ക് പരിചയപ്പെടും. ആൽവസ് രഞ്ജിത്ത്. എന്നാ പറയല, നിന്നെ പറ്റി പറ. ഞാൻ 9ലാണ് പഠിക്കണേ. ഇവന് വേണ്ടി നാളെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെബ് ഡിസൈൻ ചെയ്തോണ്ടിരിക്കുവാണ്. ഇതിനകത്ത് വെബ് ഡിസൈൻ ചെയ്യണേ ഒരു AI വഴി ഒരു കോഡ് ഡിസൈനിങ്ങിൽ ഒരു ആപ്പ്, ഒരു വെബ് അവന് വേണ്ടി ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാണ്. അവന്റെ പോസ്റ്റേഴ്സ് ഇടാൻ വേണ്ടി അത് നാളെ പ്രൊജക്റ്റിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാണ് ഗൈസ്. സഹായം ചെയ്യേണ്ട ഗൈസ്, ഫ്രണ്ടായി പോയില്ലേ. അതെ, അവന് പ്രൊജക്ട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരും അല്ലേ? അതെ, അത്ര. എനിക്ക് ഞാൻ ഓഫർ ചെയ്തേക്കുന്നത്, എനിക്ക് ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്താണ് ഇവന് ഞാൻ ഫ്രീ ആയിട്ട് 5 പോസ്റ്റർ ചെയ്ത് കൊടുക്കും. അതാണ് ഞാൻ തരാന്ന് പറഞ്ഞേക്കുന്നത്. എനിക്ക് പ്രൊജക്ട് കിട്ടിയില്ലേലും അല്ലെ, അവന്റെ പോസ്റ്റർ കിട്ടിയില്ലേലും ഒരു കുഴപ്പമില്ല. അവൻ ഫ്രണ്ട് ആയതുകൊണ്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അവന്റെ പോസ്റ്ററിനൊന്നും വലിയ വിലയൊന്നും ഇല്ല. അവന് നാളെ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ അന്നേരം അവിടുത്തെ സാറ് ഒരു ഇത് ചെയ്ത് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു വെബ് ക്രിയേറ്റ് ചെയ്തിട്ട് അവന്റെ ഐഡിയാസ് ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു. അന്നേരം അവന് വെബ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവനൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങള് രാവിലെ ഒരു എപ്പോഴാണ് നമ്മളൊരു 7 മണി ഞങ്ങളൊരു 10 മണിയായപ്പോ അന്നേരം വ്ളോഗ് എടുക്കാനൊന്നും കാര്യങ്ങളൊന്നും പറ്റിയില്ല. അപ്പൊ സമയം ഒരു 6:30-6:45. അപ്പൊ നമ്മളൊരു റിസോർട്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ മൈക്ക് എടുത്തു. ഒരു പതറച്ച പോലെ ഉണ്ടായിരുന്നു ഒച്ചയ്ക്ക്. അപ്പൊ നമ്മൾ മൈക്ക് എടുത്തു. അപ്പൊ നമ്മൾ ചെറുക്കൻ നമ്മുടെ ഷർട്ടൊക്കെ മാറി വീഡിയോക്കകത്ത് സെറ്റപ്പ് ഇല്ലാന്നും പറഞ്ഞു. അപ്പൊ പറ, നീ എന്താ പറയാൻ വന്നപ്പോ അവന്റെ മൈക്ക് വീഡിയോ ഓഫ് ആയി പോയി. അത് പറ. സോ ഗൈസ്, നമ്മുടെ മച്ചാൻ ഗൗതം ചേട്ടായി കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമും മറ്റു തിരക്കുകളൊക്കെ ആയിട്ട് പോകുമായിരുന്നു. പിന്നെ ഇന്ന് ഏതായാലും നൈറ്റ് നമുക്കൊരു വീഡിയോ സെറ്റ് ചെയ്യാം, ഒരു വെറൈറ്റി വീഡിയോയും. ഇവിടെ നമ്മൾ തണ്ണീർമുക്കം പണ്ട് അറിയാലോ എല്ലാവർക്കും, അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അന്നേരം അവിടുത്തെ കാഴ്ചകളും മറ്റിതെല്ലാം കാണിക്കാം. പിന്നെ ഇവിടെ എന്താണ് പറയുന്നതെന്നും കുടുംബശ്രീ എങ്ങനെയാണ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം. എനിക്ക് എല്ലാവരും താങ്കളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളു കാശ്. അപ്പോൾ നമ്മുടെ റൂമിന്റെ പുറത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കായലാണ്, തണ്ണീർമുക്കം ഉണ്ട്. അത് നമുക്കൊന്ന് കാണിച്ചു തരാം. ജനലിക്കട നോക്കട്ടെ കായ്, വലിയ തണ്ണീർമുക്കം ഉണ്ട്. ഇതാണ് കേസ് ഇവിടുത്തെ കാഴ്ച. ഈ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ആ കാണുന്ന സൈഡിൽ കാണുന്ന ആ പാലത്തിലൂടെയാണ് നമ്മൾ ഇവിടുന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് KTDCയുടെ ഭാഗമായിട്ടുള്ള ഗേറ്റ് വേ എന്ന് പറയുന്ന റിസോർട്ടിലാണ്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാർ മീൻ പിടിക്കുന്നതും ഇവിടുത്തെ ബണ്ടെല്ലാം നല്ല വൃത്തിക്ക് കാണാം. ഒരു സെറ്റപ്പ്, ഒരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് കേസ്. ലൈവായിട്ട് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതിന് കാശ് ഞങ്ങളുടെ പുറത്തേക്ക് ഇറങ്ങി. ഈ ഞങ്ങളുടെ റൂമിൻ്റെ പുറത്തേക്ക് ഞങ്ങൾ വ്യൂ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ നാളെ കാണാവുന്ന അടിപൊളിയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് കേസ് തണ്ണീർമുക്കം ബണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ ബണ്ടിൽ നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡിലുള്ള KTDCയുടെ ഗേറ്റ് വേ എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫിഷിങ്ങും മറ്റ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ കാണാം. അവിടെ നോക്കിയാൽ ഫിഷിംഗ് കാണാം. കുറേ പേര് പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നു. ഒരു പാർക്ക് വൈബ് കിട്ടുന്നുണ്ട്. പരിപാടിയുണ്ട്. ഒരു വെറൈറ്റി നേച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ മെയിൻ പരിപാടി മീൻ പിടുത്താണ്. നമ്മളൊക്കെ അവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് ഇവിടെ നിന്ന് കാണുമ്പോൾ എന്താ അടിപൊളിയായിട്ട് കാണാം. മീൻ പിടിക്കാൻ ത്വര കയറുക മീൻ പിടിക്കാൻ വേണ്ടി. നൊസ്റ്റാൾജിയ ഒക്കെ കിട്ടുകയാണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത്. പിന്നെ നിന്റെ വീട് പറ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ആലോചിച്ചത് ഞങ്ങൾ ഈ കുടുംബശ്രീയുടെ ഈ പരിപാടി ഇല്ലായിരുന്നു, ലിയോറ ഫെസ്റ്റ്, അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങൾ ഫ്രണ്ട്സായി. ഞങ്ങൾ അന്നേരം സ്റ്റേറ്റ് ലെവൽ വിലയിരുത്തി. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടി. അന്നേരം ചേട്ടായി പറഞ്ഞ ഒരു വ്ളോഗ് എടുക്കാവുന്നു, സഹായിക്കാമെന്ന് ചോദിച്ചു. നേരെ സഹായിക്കാൻ പറ്റില്ല, അങ്ങനെ സഹായിച്ചാണ് ഗൈസ്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ സ്വന്തം ചേട്ടായാണ്. ഇടുക്കി നമ്മുടെ ഇടുക്കി റീജിയനിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ബീറ്റ് ബോക്സോ
അങ്ങനെ കേരളത്തിൽ തന്നെ അങ്ങനെ ബീറ്റ് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് കുറവാണ്. അതിൽ നിന്നും നമ്മളെ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഗൗതം ചേട്ടൻ പരിശ്രമിക്കുന്നുണ്ട്. അതെല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് വൈകിട്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ കൾച്ചറൽ പ്രോഗ്രാം ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അതിന് നമ്മുടെ ബീറ്റ് ബോക്സിംഗ് ഉണ്ട്, നമ്മൾ അതും ചെയ്യണം. അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത് നമ്മുടെ അടുത്താനുണ്ട് കഥകിൻ്റെ താക്കോലും എടുക്കട്ടെ. അവന് കഥകില്ലാണ്ട് താക്കോലില്ലാണ്ട് മുറി കയറാൻ പറ്റില്ല. പിന്നെ നോക്ക് സുഹൃത്തുക്കൾ, അവിടെ മീൻ പിടിക്കുന്നത് പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഊഞ്ഞാലൊക്കെ നമ്മൾ ഒരുപാട് വൈകുന്നേരമായി പോയി. എൻവയൺമെന്റൽ വൈബ്, വെറൈറ്റി തരത്തിലുള്ള മരവും നമ്മൾ പുല്ലിക്കടയൊക്കെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയർ സെറ്റാക്കി തരുന്നുണ്ട്. അതും പോരായിട്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനും നമ്മളെ കഴിവുകളെയൊക്കെ കാണിക്കാനുള്ള ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് ഏറ്റവും മികച്ച തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ KTDC നമ്മുടെ കുടുംബശ്രീ സ്വന്തമായിട്ട് അതിന് ഈ അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രദാനം ചെയ്യുന്നു ഗൈസ്. പിന്നെ നമ്മുടെ സുഹൃത്ത് ആദ്യം വന്നില്ല, അവന് ഇവിടെ സെലക്ഷൻ കിട്ടിയില്ല. കാരണം അവന് കഴിവില്ലാത്തതുകൊണ്ട് അവന് കിട്ടിയില്ല. എനിക്ക് കഴിവുണ്ട്, അതുകൊണ്ട് പാവാണ് ഗൈസ്. ചുമ്മാ കളിയൊക്കെ പറഞ്ഞു വേണ്ട. പുള്ളി കുറച്ച് ബിസി ആയിരുന്നു, അതാണ് ഗൈസ് വരാൻ പറ്റാത്തത്. ഇവിടെ മീൻ പിടിക്കണമെന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായം ഇന്നത്തെ പരിപാടിയെ കുറിച്ച് ബോറെന്നൊക്കെ പറഞ്ഞു ഇജാതി സാമ്പാർ മനഃപൂർവ്വം പറഞ്ഞ അടിപൊളി പരിപാടിയാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് നമ്മുടെ കഴിവിനെ കാണിക്കാൻ പറ്റുന്ന ഒരു മികച്ച മേഖല നമ്മുടെ വീട്ടിൽ. അതായത് ഇപ്പോൾ ഗൗതമിന്റെ ബീറ്റ് ബോക്സ് അവൻ യൂട്യൂബിലൂടെ കാണിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ള പൊതുജനങ്ങളിലേക്കും അവൻ്റെ കഴിവ് നമ്മുടെ സ്റ്റേറ്റിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയും കുടുംബശ്രീ എല്ലാവർക്കും വേണ്ടിയുള്ള അവസരം കുടുംബശ്രീ ഒരുക്കുകയാണ്. അത് ബോറാന്ന് ഇവനെപ്പോലെ ചിലമാരൊക്കെ പറയും. എന്നാലും കുഴപ്പമില്ലായിരുന്നു, നമ്മളെ രാത്രി ഒക്കെ വൈബായിട്ട് നമ്മൾ ഇച്ചിരി വീഡിയോ എടുത്തപ്പോൾ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ നാളെ നമ്മൾ പോണ വഴിക്ക് വ്ളോഗ് എടുക്കും അല്ലേ? നമ്മൾ പോണ വഴിക്ക് നാളെ വ്ളോഗ് എടുക്കും. ട്രാവലറാണ് 3. അതെ, ട്രാവലർ. നൈറ്റ് പറ്റുമെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിന്റെ ഒക്കെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ നൈറ്റ് ലൈഫും ഡേയും പുറത്തോട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് കാണിക്കാം ഗൈസ്. അതെ ഗൈസ്, നാളെ പോകുമ്പോൾ വ്ളോഗ് എടുക്കണം. അടിപൊളി. നമ്മൾ രാമ്പൽ പാടത്ത് നമ്മൾ ഇറങ്ങും. അന്നേരം നമ്മൾ അടിപൊളി ഒരു വ്ളോഗ് എടുത്ത് തന്നെ ഇരിക്കുക. ഉറപ്പായിട്ട് നമ്മൾ എടുക്കും. പറ്റിയാൽ നമ്മൾ ഇറങ്ങും. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് എൻജോയബിൾ ആവാനും നിങ്ങളുടെ സമയം പോണേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന്. ഏതാ ലെവൽ ചെറുക്കൻ മാർഷലിന് ഇയർഫോണൊക്കെ ഇടുള്ളൂ അല്ലേ? റോളക്സിന്റെ അനിയന്റെ മോനെ കാണാണ്. പണിയെടുത്തുണ്ടാക്കിയതാ. ബേക്കറിയിലും ഇതൊക്കെ പോയി മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി ഉണ്ടാക്കി മേടിച്ചു. പട്ടിപ്പണി എടുത്ത് ഉണ്ടാക്കിയതാണ് ഗൈസ്. പട്ടിപ്പണി എടുത്ത് ഉണ്ടാക്കിയതാണ്. അന്നേരം നമ്മൾ അവന്റെ കഴിവിനെ നമ്മൾ അഭിനന്ദിക്കണം. അവൻ പോസ്റ്റർ ഒക്കെ മേക്ക് ചെയ്യും, നമുക്ക് വേണ്ട അഡ്വർടൈസ്മെന്റിനൊക്കെ ഉള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യും. നമുക്ക് പിന്നെ വലിയ കഴിവൊന്നുമില്ല. ഇവിടെ ഉള്ള എല്ലാ അമ്മമാർക്കും നല്ല കഴിവ്, ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും നല്ല കഴിവുകളാണ് അല്ലെ. ഞാൻ ബീറ്റ് ബോക്സ് ചെയ്യണു. ഇവൻ എന്നാ പിന്നെ ഇവൻ മോട്ടിവേറ്റർ ആണ് ഗൈസ്. മോട്ടിവേറ്റർ. ഒരു ചുരുക്കത്തിൽ ഒറ്റ വരി 2 മോട്ടിവേഷൻ പറ. എന്താണ് മോട്ടിവേഷൻ? അങ്ങനെ പറയല്ലേ, ഏജ് ലിമിറ്റ് എന്താണ് അവർക്ക് വേണ്ടതെന്നും അവരുടെ ലൈഫിലെ കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ കിട്ടിയാലേ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വൈകിട്ട് ഇനി ഡിന്നറുണ്ട്. ഒരു മണിക്കൂർ ഞങ്ങൾക്ക് തന്നേക്കുക ഫ്രീ. 6 മണി തൊട്ട് 7 മണി വരെ. സമയം 6:45. നമുക്ക് 7 മണി 15 മിനിറ്റ് കൊണ്ട് ഇവൻ ഒരു വെബ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഇവന് നാളെ ഒരു പ്രൊജക്ട് ഉണ്ട്. അന്നേരം അതിന് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു വെബ് ഡിസൈൻ ചെയ്യണം ഗൈസ്. അന്നേരം അതിന് വേണ്ടി ഇനി 15 മിനിറ്റ് ആണ്. അന്നേരം വെബ് ഞങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമുക്ക് ഇനി കൾച്ചറൽ ആക്ടിവിറ്റീസിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യട്ടെ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം അല്ല ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് റൂമിലേക്ക് കയറി. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ പോകണം. പിന്നെ നമ്മുടെ ചെറുക്കൻ എൽവിസ്, അവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനാണെങ്കിൽ ഒരു അടിപൊളി എത്തിക്കൽ ഹാക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് അവൻ എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ അവൻ ചെയ്തു തരും. അവൻ അടിപൊളി എത്തിക്കൽ ഹാക്കറാണ്, അനുഭവമുണ്ട് അല്ല. അതെ. പിന്നെ അവൻ നല്ല അടിപൊളി വെബ് ഡിസൈനറും കൂടെയാണ്. അവൻ്റെ പാട്ടല്ല എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെബ് ഡിസൈൻ ചെയ്യുകയാണ്. ഇവന് വേണ്ടി നാളെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈകിട്ട് നമ്മുടെ പരിപാടിയുണ്ട്, പരിപാടിയിലേക്ക് നമ്മൾ പോകും. നാളെ എന്നാലും നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കൾച്ചർ ഫെസ്റ്റിന് പോവാണ്. അതിന് മുമ്പ് നമുക്ക് ഡിന്നറുണ്ട്. അതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം.
ഗൈസ് അപ്പൊ പരിപാടി എല്ലാം തുടങ്ങി കഴിച്ചല്ലേ നമ്മുടെ പാർട്ടിസിപ്പൻസ് പറ അതെ പറ ഇൻസ്റ്റൈഡി കണ്ടവർ ചോദിച്ചത് ഇൻസ്റ്റൈഡി കണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. അപ്പോൾ പരിപാടി എല്ലാം തുടങ്ങുന്നുള്ളൂ. കൾച്ചർ ഫെസ്റ്റ് ആക്ടിവിറ്റീസ് നമ്മുടെ ബീറ്റ് ബോക്സ് ഒക്കെ നോക്കിയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ചെറിയൊരു ബീറ്റ് ഏൽപ്പിച്ചു തരാം. അപ്പൊ ഗായ്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ എത്തി. ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ എന്തായെന്ന് എനിക്കറിയത്തില്ല. കോഫി ഇട്ടിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്. അതെ നമ്മുടെ പയ്യൻ ഓ നല്ല ബോഡിയാവേ. ബോഡി കാണിക്കാൻ വേണ്ടി നിൽക്കുവാണോ ഗൈസ്? അതെ നമുക്ക് ചായത്തെ വൈൻഡപ്പ് ചെയ്തേക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ആലപ്പുഴ വന്നിട്ട് അപ്പൊ നാളെ ഒരു അടിപൊളിയായ ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്.